നമസ്കാരം. ഒരു വികസിത രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു വികസിത സമൂഹത്തിന് കണക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം എത്രത്തോളം പ്രധാനമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുഗമമായി പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെയാണ് കണക്ടിവിറ്റി എന്ന് പൊതുവിൽ പറയുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള വികസന പരിപാടികൾ നടക്കുന്നുണ്ട്. റെയിൽവേ കണക്ടിവിറ്റി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വമ്പൻ മുതൽ മുടക്ക് ആവശ്യമുള്ള എയർപോർട്ടുകൾ, വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമ്മൾ നടപ്പാക്കപ്പെടുന്നുണ്ട്. ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഏതാണ്ട് 2021-22 സാമ്പത്തിക വർഷം മുതൽ 2025-26 സാമ്പത്തിക വർഷം വരെയുള്ള 5 വർഷ കാലയളവിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പങ്കാളികളും ചേർന്ന് ഏകദേശം 87,590 കോടി രൂപയുടെ മൂലധന ചെലവാണ് ഈ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിമാനത്താവള വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് ചെലവഴിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 50 പുതിയ വിമാനത്താവളങ്ങൾ കൂടി ആരംഭിക്കാനോ നിലവിലുള്ളവ വലിയ രീതിയിൽ വികസിപ്പിക്കാനോ ഉള്ള പദ്ധതികളുമായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ഇത്രയും വലിയ പണം മുടക്കിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ എന്നുകൂടി നമുക്ക് പറയാം. നാഷണൽ എയർ കാർഗോ പോളിസിയുടെയും PM ഗതിശക്തി പദ്ധതിയിലൂടെയും ഇന്ത്യയെ ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡൽഹി NCR മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യ തലസ്ഥാനം എന്നുള്ള പൊതുവിലുള്ള സങ്കല്പത്തിലാണ്. ഡൽഹി ഒരു സംസ്ഥാനമാണെങ്കിലും സമീപ സംസ്ഥാനങ്ങളായ ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെയും ചില ഭാഗങ്ങളൂടി ചേർത്താണ് NCR, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, ആ രീതിയിൽ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഡൽഹി NCR മേഖലയിൽ രണ്ടാമതൊരു വിമാനത്താവളം കൂടി അവിടെ സ്ഥാപിക്കപ്പെട്ടു. അത് ഡൽഹി ജേവാർ വിമാനത്താവളമാണ്. വാസ്തവത്തിൽ ഇതുള്ളത് ഉത്തർപ്രദേശിലാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കരിപ്പൂരിലുള്ളത് കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുന്നത് പോലെ ഉത്തർപ്രദേശിലാണെങ്കിലും വാസ്തവത്തിൽ ഇത് ഡൽഹി വിമാനത്താവളത്തിൻ്റെ അല്ലെങ്കിൽ ഡൽഹി തലസ്ഥാന നഗരിയുടെ പരിധിയിലുള്ള ഒരു വിമാനത്താവളമായിട്ടാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ ഇതിൻ്റെ വാണിജ്യ സർവീസുകൾ ഇവിടെ നിന്ന് തുടക്കമായിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന വിമാനത്താവളത്തിൽ നമ്മുടെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളം ഉണ്ടല്ലോ, രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള ഒരു വിമാനത്താവളമാണ്. അല്ലെങ്കിൽ നിലവിൽ ആളുകൾ യാത്ര ചെയ്യുന്നതിനപ്പുറം ചരക്ക് ഗതാഗതത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിമാനത്താവളമാണ് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളം. ആ വിമാനത്താവളവുമായിട്ട് കഷ്ടിച്ച് ഏതാണ്ട് 80 കിലോമീറ്റർ മാത്രമാണ് ഒരു ദൂരപരിധി ഉള്ളത്. ഇനി എന്തുകൊണ്ട് ഇത്തരത്തിൽ തൊട്ടടുത്ത് തന്നെ ഒരു 80 കിലോമീറ്റർ മാറി തൊട്ടടുത്ത് തന്നെ മറ്റൊരു വിമാനത്താവളം, അതും അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായൊരു കാരണമുണ്ട്. ഈ ഡൽഹി വിമാനത്താവളത്തിന് പ്രതിവർഷം 18 ടൺ എയർ കാർഗോ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാമഗ്രികളെ അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ ശേഷി അത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളതിൻ്റെ ഏതാണ്ട് 30% വരും അത്. എന്നിരുന്നാലും അത് പോരാ. നിലവിൽ ഡൽഹി വിമാനത്താവളത്തെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയിലാണ് തൊട്ടപ്പുറത്ത് മാറി കഷ്ടിച്ചൊരു 80 കിലോമീറ്റർ മാറി പുതിയൊരു വിമാനത്താവളം കൂടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടും തീർന്നില്ല. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ്. മുംബൈയിൽ നിലവിലൊരു വിമാനത്താവളമുണ്ട്. അവിടുത്തെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു വൻകിട വിമാനത്താവളമാണ്. 2025 ഒക്ടോബറിൽ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ രണ്ടാമത്തെ പ്രധാന വിമാനത്താവളമാണ്. ഇതുകൊണ്ടും തീർന്നില്ല. അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം നമ്മുടെ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഉദ്ഘാടനം നടന്നത്. വിശാഖപട്ടണത്തിന് സമീപം നിർമ്മിച്ച ഈ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ 1-ാം തീയതി പ്രധാനമന്ത്രി മോദി നിർവഹിച്ചു. വരുന്ന 17-ാം തീയതി ആയിരിക്കും ഇവിടെ നിന്നുള്ള പൂർണ്ണ തോതിലുള്ള സർവീസുകൾ ആരംഭിക്കുക. ഇനിയും ഒരു സർപ്രൈസ് കൂടിയുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തൂത്തുക്കുടിയിൽ പുതിയ ഡൊമസ്റ്റിക് റീജിയണൽ ടെർമിനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തേക്കുക. ഇനി എന്തുകൊണ്ട് ഈ രീതിയിലുള്ള പുതിയ വിമാനത്താവളങ്ങളൊക്കെ നിർമ്മിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം വ്യക്തമാക്കി പറയാം. ഇന്ത്യയുടെ ആകെ കയറ്റുമതിയിൽ വ്യോമമാർഗമുള്ള അല്ലെങ്കിൽ എയർ കാർഗോ എന്ന് പറയാം, അതിൽ വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടായിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ 2026 ഏപ്രിൽ ജൂൺ വരെയുള്ള സമയത്ത് കാർഗോ കയറ്റുമതി നിരക്ക് എന്ന് പറയുന്നത് 12% വർദ്ധിച്ച്
1.08 മില്യൺ ടണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അന്താരാഷ്ട്ര വിഹിതം ഏതാണ്ട് 14%, ആഭ്യന്തര വിഹിതം ഏതാണ്ട് 9%. ഇനി ഇന്ത്യൻ എയർ കാർഗോ വിപണിയിലെ 3.6 മില്യൺ ടണ്ണിൽ നിന്ന്, ഇത് ഒരു വർഷത്തെ കണക്കാണ്, നേരത്തെ പറഞ്ഞതിന് 3 മാസത്തെ കണക്കാണെങ്കിൽ 2025 ഇത് 3.6 മില്യൺ ടണ്ണാണ്. അത് 2034 ആകുമ്പോൾ 9.9 മില്യൺ ടണ്ണിലേക്ക് ഉയരുമെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു വർഷം ഏതാണ്ട് 11% ഉള്ള വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു യുദ്ധത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആഗോള പ്രതിസന്ധി ഉണ്ട്. വ്യോമ മേഖലയടക്കം വ്യോമപാതകളടക്കം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ വ്യോമഗതാഗതത്തിൽ അല്ലെങ്കിൽ വ്യോമമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിൽ എങ്ങനെ ഈ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അതിൻ്റെ കാരണം രാജ്യത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള ഹൈ വാല്യൂ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ സ്മാർട്ട് ഫോണുകളുടെ കാര്യം അറിയാമല്ലോ, ദിവസങ്ങൾ കൊണ്ടാണ് അതിൻ്റെ മോഡലുകൾ മാറുന്നത്, അതിൻ്റെ സംവിധാനങ്ങൾ മാറുന്നത്. അപ്പോൾ നമ്മളിവിടെ വലിയ രീതിയിലുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാണ ഹബ്ബുകളുണ്ട്. അപ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെട്ട സാധനങ്ങൾ ഒട്ടും സമയം പാഴാക്കാതെ അതിൻ്റെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കണം. നമുക്ക് കപ്പൽ മാർഗം അത് കൊടുത്തയക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിമാനത്താവളങ്ങളെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാടും വലിയ രീതിയിലുള്ള നിർമ്മാണ ഹബ്ബുകളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവർക്ക് കയറ്റി അയക്കാനുള്ള പ്രധാന വിമാനത്താവളം ഡൽഹിയാണ്. പക്ഷെ അവിടെ അതിൻ്റെ പരിമിതികളുണ്ട്. പരമാവധി അതിൻ്റെ ശേഷി താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി 80 കിലോമീറ്റർ ഇപ്പറേ പുതിയൊരു വിമാനത്താവളം നമ്മൾ സജ്ജമാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി മറ്റൊരു സാധ്യത, ഇപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുക ഇ കൊമേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഓരോ സെക്കൻഡ് പ്രകാരം നമ്മൾ ഫോണിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെയുള്ള സംരംഭത്തിന് പിന്തുണ കൊടുക്കാൻ ആ പറയുന്ന സംഗതികൾ, ബുക്ക് ചെയ്ത സംഗതികൾ എത്രയും വേഗം ഉപഭോക്താക്കളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ക്രമീകരണം വേണമല്ലോ. അതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം വ്യോമമാർഗമാണ്. അതുകൊണ്ടാണ് വിമാനത്താവളങ്ങൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നത്. ഇനി കൂടാതെ നമ്മുടെ ഇ കൊമേഴ്സ് പോളിസി പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം നമ്മുടെ കൊറിയർ കയറ്റുമതിക്കുള്ള വലിയ ഒരു ഇളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം നേരത്തെ 10 ലക്ഷം വരെ മൂല്യമുള്ള, 10 ലക്ഷത്തിന് മുകളിൽ മൂല്യമുള്ള വസ്തുവാണെങ്കിൽ അതൊന്നെങ്കിൽ എയർ കാർഗോ വഴിയോ അല്ലെങ്കിൽ കപ്പൽ മാർഗമോ അയക്കണമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ അതിലും വലിയ ഇളവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം വരെ 10 ലക്ഷത്തിലധികം മൂല്യമുള്ളതാണെങ്കിലും വലിപ്പത്തിൽ ചെറുതാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് കൊറിയർ വഴി വ്യോമമാർഗം അയക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. പിന്നെ മറ്റൊരു സംഗതി, ലോകത്തെ ഏറ്റവും വലിയ ജനറിക് മരുന്നുകളുടെ കയറ്റുമതിക്കാരാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അതിൻ്റെ താപനില നിയന്ത്രിച്ചുകൊണ്ട് വേണം മരുന്നുകൾ കയറ്റി അയക്കാൻ. അത് എത്രയും വേഗം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുകയും വേണം. അവിടെയും നമുക്ക് കപ്പൽ മാർഗമുള്ള ചരക്ക് കടത്ത് അസാധ്യമാണ്. അവിടെയും എയർ കാർഗോയെ നമ്മൾ പിന്തുടരേണ്ടി വരും. അപ്പോൾ ആ രീതിയിലും വരുന്നുണ്ട്. ഇനി കൂടാതെ നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ പഴവർഗ്ഗ കയറ്റുമതിയും പച്ചക്കറി കയറ്റുമതിയും നടക്കുന്നുണ്ട്. ഇതെല്ലാം പെരിഷബിൾ ഗുഡ്സ് ആണ്, പെട്ടെന്ന് ചീത്തയാകുന്ന സംഗതികളാണ്. അതിനെല്ലാം നമുക്ക് എയർ ഫ്രൈറ്റുകളെ ആശ്രയിക്കുകയല്ലാണ്ട് വേറെ നിർവാഹമില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ ഡൽഹി, ബംഗളൂരു, ചെന്നൈ വിമാനത്താവളങ്ങളാണ് പ്രധാന എയർ കാർഗോ ഗേറ്റ്വേകളായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ ഡൽഹിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ബംഗളൂരു വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര കാർഗോ കൈകാര്യം ചെയ്യുന്നതിൽ 21% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള അത്യാധുനിക ഓട്ടോമേറ്റഡ് കാർഗോ ഹബ്ബ് വികസിപ്പിക്കാനായിട്ട് വൻകിട കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വ്യോമയാന രംഗത്ത് വമ്പൻ മുതൽ മുടക്കും വലിയ രീതിയിലുള്ള പദ്ധതികളുമായിട്ട് രാജ്യം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഒരു വിമർശനം ഉണ്ടായേക്കാം, ഇതെല്ലാം അത്യാവശ്യം പണം കയ്യിലുള്ളവനെ മാത്രമല്ലേ ബാധിക്കുന്ന സംഗതിയല്ലേ, സാധാരണക്കാരന് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നൊരു ചോദ്യം വിമർശകർ ഉന്നയിച്ചേക്കാം. അവിടെയും നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ സാധാരണക്കാരനെയും കൈവിടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഉഡാൻ പദ്ധതി. അപ്പോൾ ഉഡാൻ പദ്ധതി ഭാഗമായിട്ട് സാധാരണക്കാർക്കും വിമാനയാത്ര ഇപ്പോൾ പ്രാപ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ സീ പ്ലെയിൻ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു എയർ ടാക്സി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സീ പ്ലെയിൻ പദ്ധതി വന്നതുപോലും ഈ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നിരക്ക് കുറഞ്ഞ വിമാന ടിക്കറ്റുകളെല്ലാം തന്നെ
ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആഭ്യന്തര സർവീസുകൾ ഇപ്പോൾ സാധ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ വിമാനങ്ങളുടെ വിപുലീകരണം, പുതിയ ടെർമിനലുകളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് സത്നാസ്, ദാദിയ വിമാനത്താവളങ്ങൾ, അത് മധ്യപ്രദേശിലാണ്. തൂത്തുക്കുടി വിമാനത്താവളം, അത് തമിഴ്നാട്ടിൽ. പിന്നെ അവിടെ 450 കോടി രൂപയുടെ അത്യാധുനിക ടെർമിനലാണ് കഴിഞ്ഞ നാളിൽ അവിടെ ഉദ്ഘാടനം ചെയ്തത്. പിന്നെ മഹാരാഷ്ട്രയിലെ അമരാവതി വിമാനത്താവളത്തിലും ബീഹാറിലെ പൂർണിയ, അതേപോലെ പട്ന എന്നീ സ്ഥലങ്ങളിലുമെല്ലാം ഈ ഉഡാൻ പദ്ധതി പ്രകാരം ചെറിയ രീതിയിലുള്ള വിമാനത്താവളം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യോമയാന രംഗത്ത് വമ്പൻ മുതൽ മുടക്ക് നടത്തി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സജ്ജീകരിക്കുന്നതിനോടൊപ്പം തന്നെ സാധാരണക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പരിപാടികളാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ നാട്ടിൽ ആറന്മുളയിലോ അല്ലെങ്കിൽ ശബരിമല വിമാനത്താവളം വിഭാവനം ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു വിമാനത്താവളത്തിനെ കുറിച്ചുള്ള സാധ്യതകൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പുതിയ കാലഘട്ടത്തിൽ വ്യോമയാന മേഖലയ്ക്ക് നിർണായക പങ്കുണ്ട്. അത് വെറും മനുഷ്യർക്ക് മറ്റൊരു രാജ്യത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഉപാധി എന്നതിനപ്പുറം ഇനി ചരക്ക് ഗതാഗതത്തിന്, കച്ചവടം ചെയ്യുന്നതിന് വിമാനമാർഗമുള്ള സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമായ ഒരു കാലമാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ രാജ്യം വളരെ മുന്നേ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്നതെല്ലാം ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്.